ഇനി നമ്മൾ ഇന്നത്തെ അതിഥികളിലേക്ക് പോവുകയാണ്. സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലായിരിക്കുന്ന കിഗോ ഫാമിലിയാണ് ഇന്ന് നമുക്കൊപ്പം അതിഥികളായി ചേരുന്നത്. കിഷോറും ഗോപികയും അവരുടെ മകൾ ജാനിയും. മഴയും വെയിലും മഞ്ഞും മണ്ണും ഒക്കെ ഇഷ്ടപ്പെടുന്ന അത്തരം റീലുകളിലൂടെ മലയാളിക്ക് പ്രിയപ്പെട്ടവരായി മാറിയ കിഗോ ഫാമിലിയെ സ്വാഗതം ചെയ്യുന്നു ന്യൂസ് 3യിലേക്ക്. വണക്കം. അപ്പൊ കിഷോറിന്റെ കിഷോർ എല്ലാ കാര്യങ്ങളും ഒരുപാട് ഇതിപ്പോ എത്രാമത്തെ ഇന്റർവ്യൂ കിഷോറെ? അതെ, ഒരുപാട് ഇന്റർവ്യൂസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു, ബാക്ക് ടു ബാക്ക് അല്ലേ. ഇന്റർവ്യൂകളിലെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കിഷോർ ഇങ്ങനെ തുറന്ന് സംസാരിക്കുന്ന ഒരാളാണെന്ന് മനസ്സിലായി അതിൽ നിന്നെല്ലാം. ജാനിക്കുട്ടി എന്തായാലും നമ്മളോട് സഹകരിച്ച് അവിടെ ഇരിപ്പുണ്ട്, ടി വിയിൽ കാണുന്നോണ്ടാണെന്ന് തോന്നി ഇങ്ങനെ നോക്കിയിരിപ്പുണ്ട്. അപ്പൊ നിങ്ങളുടെ ഒരു കണ്ടന്റ് വെച്ച് നിങ്ങൾ വ്യത്യസ്തരായത് മോള് വന്നപ്പോ അതിനുശേഷമാണ് അല്ലെ? അതുവരെ ടോം ആൻഡ് ജെറി കണ്ടന്റ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ അതെ, അതിനുശേഷം മോള് വന്നപ്പോ ആകെ കാര്യങ്ങളെല്ലാം മാറി മറിഞ്ഞു. അതെ, എങ്ങനെയാ ഇങ്ങനെ വളർത്തണം മകളെ എന്ന്? അതായത് ജാനിയുടെ വീഡിയോസ് കാണുമ്പോൾ എത്രയോ പേര് കമന്റ് ചെയ്യുന്നുണ്ട് ഇതുപോലെ വളർത്താൻ ഞങ്ങൾക്കും ആഗ്രഹമുണ്ടെന്ന്. പക്ഷെ ചെറിയ കാര്യമല്ല. എങ്ങനെ കിഷോർ ഇങ്ങനെ വളർത്തണം മകളെ എന്ന് എപ്പോഴാണ് ആഗ്രഹിച്ചു തുടങ്ങിയത്? മനുഷ്യക്കുട്ടിയല്ലേ, അടച്ചിട്ട് വളർത്താൻ കോഴിക്കുട്ടി ഒന്നല്ലേ. അവള് നമ്മള് ചൈൽഡ്ഹുഡ് അനുഭവിച്ചെല്ലാം അവൾ അനുഭവിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. മഴയായാലും വയലായാലും എല്ലാം ഇറങ്ങിപ്പോ പോലെ കുഴപ്പമില്ല, അവിടെ ഇരുന്നോളും, പിടിച്ചാൽ മതി ഒന്ന്. ഇപ്പൊ ഇപ്പോഴത്തെ കാലത്ത് കുറെ കുട്ടികൾക്ക് അത് കിട്ടാറില്ല. ജാനിക്കത് ജാനി വയറ്റിലായപ്പോൾ ഇവർക്ക് പ്രോമിസ് കൊടുത്തതാണ്, എല്ലാ അച്ഛന്മാരെ പോലെ ആയിരിക്കില്ല ഞാൻ ഒരു ബെസ്റ്റ് അച്ഛനായിരിക്കും കൊടുത്തത്. അതിപ്പോഴും ഞാൻ വാക്ക് പാലിക്കുന്നുണ്ട്. ആ ബെസ്റ്റ് അച്ഛന്റെ പ്രത്യേകത അത് തന്നെയായിരുന്നു. എനിക്കൊന്ന് ജോലിക്ക് പോലും പോകാതെ, ഞാൻ നെഗറ്റീവായിട്ട് പറയുന്നതല്ല എങ്കിൽ പോലും മോളുടെ കൂടെ മുഴുവൻ സമയം ഞാൻ വേണം, ഓരോ ഇതും കാണണം മകളുടെ എന്ന് ആഗ്രഹിച്ചിട്ട് അങ്ങനെ നിന്നാണ് കിഷോർ. കിഷോറിന് ഇപ്പൊ എന്താ തോന്നുന്നു? ജാനിക്ക് ഇപ്പൊ എത്ര വയസ്സായി? 2.5 വയസ്സ്. താഴെ പോവാതെ നോക്കിക്കോണേ. അപ്പൊ 2.5 വയസ്സുള്ള ഈ 2.5 വർഷം ഓർക്കുമ്പോ കിഷോറിന് എന്താ തോന്നുന്നത്? ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആണോ? വിചാരിച്ച കാര്യങ്ങളെല്ലാം അതുപോലെ ചെയ്യാൻ പറ്റിയോ? ഇല്ല, ഇനി കുറച്ചുകൂടെ ഉണ്ട്, ആയിട്ടില്ല. അയ്യോ, ഇനി ഗോപിക പറ. ഗോപിക, ഇങ്ങനെ ഒരു നിങ്ങൾ ചെയ്യുന്നത് ചെറിയ കാര്യമല്ല. ഒരാളെ, ഒരു കുഞ്ഞിനെ നോക്കുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയ ഭയങ്കര പ്രയാസമുള്ളൊരു കാര്യം, പ്രത്യേകിച്ച് ഈ ഒരു സമയം, ഈ ഒരു പ്രായം അല്ലേ. എങ്ങനെയാണ് ഈ കിഷോർ അത് ഞാൻ എല്ലാ അച്ഛന്മാരെയും പോലെ ആയിരിക്കണം എന്ന് പറഞ്ഞാൽ ഇത്രയും പ്രതീക്ഷിച്ച് കാണത്തില്ല? ശരിക്കും എന്നെ സംബന്ധിച്ചോട് ഒരുപാട് ഹെൽപ്ഫുൾ ആണ് ചേട്ടൻ കൂടെ ഉള്ളത്. ബേബി ഷവർ ആയിരുന്ന സമയത്ത്, ആ ഒരു എന്താ ഫംഗ്ഷൻ നടന്ന സമയത്ത് എനിക്ക് ഇതുപോലെ പ്രോമിസ് തന്നതാണ്, ഞാനൊരു ബെസ്റ്റ് അച്ഛനായിരിക്കും, എൻ്റെ കുട്ടിക്ക് എനിക്ക് കിട്ടാത്ത പല കാര്യങ്ങളും അവർക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും എന്ന് എനിക്കൊരു പ്രോമിസ് തന്നതാണ്. അതുപോലെയാണ് ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്കത് ഭയങ്കര ഹാപ്പിയാണ്. എന്നെ ഒരുപാട് കാര്യത്തിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അവരുടെ കാര്യത്തിനായാലും അമ്മ മാത്രമല്ല കുഞ്ഞിനെ വളർത്തേണ്ടത്, അച്ഛനും അതിലൊരു പാർട്ടാണെന്ന് ശരിക്കും കിഷോർ ഞെട്ടിയൊക്കെ നോക്കുന്നു. ഇതൊക്കെ എങ്ങനെ, ഞാൻ വേണ്ടി വന്നല്ലേ ഇത് പറയാനായിട്ട്, ഞാൻ വേണ്ടി വന്നു എന്നുള്ളതാണ്. വിശ്വസിക്കില്ലല്ലോ. ഇപ്പൊ നേരിട്ട് പറഞ്ഞ പോലെയല്ലേ, ഒരുപാട് ജനങ്ങളെ സാക്ഷിയാക്കിയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അച്ഛനും കൂടി ഉത്തരവാദിത്വം ഉണ്ടെന്ന്. ഞാൻ ശരിക്കും നിങ്ങളുടെ ഇന്നിപ്പോ നിങ്ങൾ ഗസ്റ്റ് ആയിട്ട് വരുമ്പോൾ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ജാനിയെ വളർത്തുന്ന രീതി, അതിനെക്കുറിച്ച് തന്നെ കൂടുതൽ ചോദിക്കണമെന്നാണ്. കാരണം എല്ലാവരും കരുതും കിഷോർ പറഞ്ഞ പോലെ എനിക്ക് ഒരു മോനുണ്ടാകുന്നു അല്ലെങ്കിൽ മോളുണ്ടാകുന്നു എന്ന് വിചാരിക്കുമ്പോൾ അവരെ നന്നായി വളർത്തണം, പ്രകൃതിയോട് ഇണക്കി വളർത്തണം എന്നൊക്കെ വിചാരിക്കും. പക്ഷെ ഒരു മഴ വന്നൊരു പനി വന്നു കഴിയുമ്പോൾ ആ ആഗ്രഹമൊക്കെ അങ്ങ് മാറും അല്ലേ കിഷോറെ? പനി പിടിച്ച് ഒരാഴ്ച ആശുപത്രി കിടന്ന ഇത് ചിന്തിച്ച് പലരും ആദ്യം ഇറക്കുമ്പോൾ കുറച്ച് വരും, ഇവക്കും വന്നിട്ടുണ്ട്, പിന്നെ അത് മാറും. ഇന്നലെയും കൂടെ വെള്ളച്ചാട്ടത്തിൽ ഫുള്ള് 2-3 മണിക്കൂർ കളിച്ചിട്ട് വന്നതാണ്. ഒരു കുഴപ്പമില്ല, അവർക്ക് ഇപ്പൊ ഓക്കെ ആയി. ആദ്യമൊക്കെ ചെറുതായിട്ട് മഴ നനയുമ്പോൾ പനി ചെറുതായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ അത് പേടിച്ച് മഴയത്ത് ഇറക്കാതിരുന്ന അവർക്ക് പിന്നെയും തീരെ അത് പറ്റാതെയാവും. അതുകൊണ്ട് പിന്നെ ഇപ്പൊ അവൾക്ക് എത്ര മഴ നനഞ്ഞാൽ, ഏത് പാതിരാത്രിക്ക് മഴ നനഞ്ഞാൽ അവൾക്ക് ഒരു കുഴപ്പം. മഴ കേട്ട അവള് തന്നെ ഉറക്കം കഴിച്ച് ഡ്രസ്സൊക്കെ ഊരി അവളിങ്ങനെ സ്വയം ഇങ്ങനെ കുഞ്ഞുങ്ങളെ പോലെ മഴ കാണുമ്പോൾ ഇറങ്ങി പുറത്തേക്ക് പോവാന്നൊക്കെ പറയാം. നമ്മൾ ഇറങ്ങിയില്ലെങ്കിൽ പിന്നെ വിഷയമാണ്, കരച്ചിലാണ്. ഹായ് ജാനി, ഹലോ പറഞ്ഞ ഒരു ഹായ് പറഞ്ഞേ എല്ലാവർക്കും. ക്യാമറയിൽ ഒരു ഹായ് പറഞ്ഞേ. ഹലോ പറ. നല്ല മുള്ളല്ലാന്ന് ഉറക്കമായിരുന്നു, ഉറക്കെഴുന്നേറ്റിരിക്കുകയാണ്. അപ്പോൾ കിഷോർ ഈ തുടക്കത്തിൽ കിഷോർ പറഞ്ഞതുപോലെ നമ്മൾ ഒരു പ്ലാൻ ഉണ്ടായിരുന്നല്ലോ, കുഞ്ഞുണ്ടായി കഴിയുമ്പോൾ മോളെ ഞാൻ എല്ലാവരും വളർത്തുന്ന പോലെ വളർത്തുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത് എല്ലാ കാര്യത്തിലും അത് ബാധകമാവുകയെ. ഒരു കുഞ്ഞാവുമ്പോൾ അതിന് എന്തെല്ലാം കാര്യങ്ങളാണ്, ആഹാര രീതി ഉണ്ടാകും, അതിന് എഴുന്നേക്കുന്നത് തൊട്ട് ഉറക്കുന്നിടം വരെയുള്ള കാര്യങ്ങളെല്ലാം, അതിലെല്ലാത്തിലും ഒരു വ്യത്യസ്തത ഉണ്ടോ? അത് ഇങ്ങനെ തന്നെയാണ്. ഇപ്പം ഈ ചെളി, എന്നെ ഞെട്ടിച്ചത് ഒരു ബക്കറ്റ് മണ്ണ് കൊണ്ടുവന്നിട്ട്, ഞാനൊക്കെ ആണെങ്കിൽ എൻ്റെ കൊച്ച് അങ്ങനെ വരുവാണെങ്കിൽ
ഓടിക്കുക, കയറി അകത്ത് കയറി മണ്ണ് വെച്ചുവെന്ന് പറയും. ഇതൊരു ബക്കറ്റ് ചെളി കൊണ്ടുവന്നിട്ട് അത് മണ്ണ് വെള്ളം കൊണ്ട് കുഴച്ചിട്ട് കൊച്ചിന്റെ കയ്യിലോട്ട് കൊടുക്കുക. അത് കുഴച്ച് കൊടുത്തില്ല. നമ്മള് ഇവർക്ക് ഒരു പൂന്തോട്ടം, ഇവർക്ക് പൂ ഇഷ്ടമാണ്. അപ്പൊ ഒരു പൂന്തോട്ടം ഉണ്ടാക്കാൻ വേണ്ടി മണ്ണിട്ടിട്ട് അടുത്ത മണ്ണ് എടുക്കാൻ പോയിട്ട് വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു കുറച്ച് വെള്ളം നനച്ച് അത് കുറച്ച് ഇങ്ങനെ സെറ്റ് ആകുമ്പോഴത്തേക്കും പറഞ്ഞു. തിരിച്ചു വന്നപ്പോഴേക്കും അത് ഫുള്ള് നനച്ച് അവള് അതിന്റെ മണ്ടയ്ക്കായിരുന്നു ഫുള്ള്. അപ്പൊ അച്ഛന്റെ ആ സന്തോഷം ഒന്ന് കാണണമായിരുന്നു. അതാണ് അവള് കുഴച്ച് കഴിഞ്ഞപ്പോൾ ഉള്ള സന്തോഷം. ഞാൻ ജയിച്ചു. അവൾക്ക് നമ്മൾ വരുമ്പോ പേടിയുണ്ട് നമ്മൾ വഴക്ക് പറയുന്നുള്ളത്. പക്ഷെ നമ്മളെ സന്തോഷം കാണുമ്പോൾ അവള് കുറച്ചുകൂടെ ഹാപ്പി ആയില്ലേ. നമ്മൾ വഴക്ക് പറഞ്ഞ് അടിച്ചകത്ത് കയറ്റുമ്പോ അവൾക്കുണ്ടാവുന്ന ആ ഫീല് നമ്മൾ സ്വയം മനസ്സിലാക്കണം. ഗോപിക ചില വീഡിയോയിലൊക്കെ പറയും ജാനി അകത്ത് കയറി മഴ പനി വരും എന്നൊക്കെ പറയാം. ഇവിടെ കേൾക്കാം. കുറച്ച് കഴിയുമ്പോ ഗോപിയും കൂടെ ഇറങ്ങുന്നതാണ്. ഇവര് രണ്ടും കേൾക്കൂല. തുടക്കത്തിൽ ഇവളിങ്ങനെയായിരുന്നു, അകത്ത് കയറ്റും, ഞാൻ പിടിച്ച് വെളി കൊണ്ടിറക്കും. പിന്നെ ഇവക്കും ശീലമായി. അവള് ഹാപ്പി ആയിരിക്കുമ്പോ അവളെ സന്തോഷമല്ലേ. അതല്ലേ നമുക്ക് നമ്മള് കുട്ടിയെ ചെയ്യില്ലെന്ന് പറഞ്ഞാൽ അവർ ആ കാര്യം ചെയ്യുള്ളൂ. അപ്പൊ പിന്നെ നമ്മൾ അതിനെ ബുദ്ധിമുട്ടിക്കുന്നതിന് അവരവരുടേതായ രീതിയിൽ അങ്ങ് വിടുക. എന്നാ ഞാൻ ചോദിക്കുന്നത്, ഈ മഴയത്ത് ഇറക്കി കഴിഞ്ഞിട്ട് ഇതുപോലെ ഒരു വീഡിയോയിൽ കാണുന്നുണ്ടായിരുന്നു ആവി പിടിക്കുന്ന, അതിന് ശേഷം രണ്ടുപേരും കൂടി ഇരുന്ന് ഇങ്ങനെ ആവി പിടിക്കുന്ന ഒരു വീഡിയോ. അത് ശരിക്കും എനിക്കാണ് വയ്യാണ്ടായത്. ഇവക്ക് പിടിച്ചു കഴിഞ്ഞപ്പോ ഇവക്ക് വന്നിരിക്കണം. അമ്മ എന്ത് ചെയ്താലും മോക്ക് അത് തന്നെ വേണം. ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ അവള് കൂടെ നല്ലതുമാണ് കുറച്ച് ആവി കൊള്ളുന്നത്. അതുകൊണ്ട് അതിനകത്തങ്ങ് ആക്കിയെന്നേ ഉള്ളൂ. ഞാൻ ചോദിക്കുന്ന കണ്ടന്റിനപ്പുറം നിങ്ങളിപ്പോൾ പലരും പറയുമായിരിക്കും കുഞ്ഞിനെ വെച്ച് കണ്ടന്റ് ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ അത് നിങ്ങൾ കണ്ടന്റ് ആക്കി ഇടുന്നു എന്നുള്ളത്. പക്ഷെ അതിനപ്പുറത്തേക്ക് മോളെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ എനിക്ക് തോന്നുന്നു പൂർണ്ണമായിട്ടും ഇതിന്റെ ഒരു ഉത്തരവാദിത്വം കിഷോർ അങ്ങ് ഏറ്റെടുത്തിരിക്കുകയാണെന്ന് തോന്നുന്നു. അല്ലേ? എല്ലായിടത്തും നടക്കില്ലടോ. കാരണം ചിലപ്പോൾ നോക്കുന്നത് അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ ആയിരിക്കും കുഞ്ഞുങ്ങളെ നോക്കുന്നത്. അപ്പോൾ ഒന്ന് പനി വന്നു കഴിഞ്ഞാൽ അവര് പറയും ഇത് അന്നേ ഞാൻ പറഞ്ഞാണ് കൊച്ചിനെ മഴ ആണോ? അത് ഇതൊക്കെ നിങ്ങൾ എങ്ങനെയാ മറികടന്നു പോയത്? അതിനെ കുറിച്ച് വിശദമായൊന്ന് പറയും. അത് കഴിഞ്ഞ് പിന്നെ എത്ര മഴയെങ്കിലും ഒന്നും വരാറില്ല. അവരറിവിൽ തന്നെ കുറെ പിള്ളേർക്ക് ഇങ്ങനെ സ്കിൻ പ്രോബ്ലം, പനിയും എല്ലാം വരുന്നുണ്ട്. ഇവർക്ക് ഇതുവരെ ഒരു അസുഖം വന്നിട്ടില്ല. അപ്പൊ അവർക്ക് മനസ്സിലായി. അവര് നേരിട്ട് കാണുന്നേയില്ല. ഇത്രയും മഴയും വെയിലും കൊണ്ടിട്ട് കുഞ്ഞിനൊന്നും വരാതായപ്പോ അവർക്ക് മനസ്സിലായി. അവര് തന്നെ അവരെ ചെറുമക്കളെ വിളിച്ച് പറയും, കൊച്ചിനെ മഴ കൊള്ളില്ല, ഇവിടെ ഒരാൾക്ക് ഒരു പനിയില്ല, ഒന്നുമില്ല, ഇവിടെ മഴ തന്നെ മക്കളെ ഇറക്കി മഴയത്തും വെയിലത്തും വീട്ടിൽ ഇറക്കിടാതെ. ശരി. അപ്പൊ ജാനിക്ക് ജലദോഷം മൂക്കൊലിപ്പൊക്കെ വരാറുണ്ടോ? ഇടയ്ക്ക് വരാറുണ്ട്. വരാറുണ്ട്. അപ്പൊ എങ്ങനെ മരുന്ന് കൊടുക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടോ? അതോ അച്ഛൻ തന്നെയാണോ ചികിത്സിക്കുന്നത്? അല്ല എന്റെ മോളെ അങ്ങനെ മതിയെന്ന് വല്ലോ അങ്ങനെ ഇല്ല, ആ കാര്യത്തിൽ റിസ്ക് എടുക്കാറില്ല. ഞാൻ അതാ ഇതൊരു റിസ്ക് അല്ലേ എന്റെ കിഷോറായി. കിഷോർ എടുത്തോണ്ടിരിക്കുന്നത് എന്തൊരു വലിയ റിസ്ക് ആണ്. ഞാനതാ പറഞ്ഞ നമ്മളിപ്പോ നാളെ അത് റിസ്ക് ആണ്. റിസ്ക് അത് സ്വന്തമായിട്ട് അറിയത്തില്ലാഞ്ഞിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. നാളെ ഇപ്പോ എനിക്ക് നാളെ ജോലിക്ക് വരണമെങ്കിൽ എന്റെ മോന് നാളെ പനി വരാൻ പാടില്ലല്ലോ. അപ്പൊ എനിക്ക് അവധി കിട്ടണം. അപ്പൊ ജോലിയും നിർത്തി. ഇതെങ്ങനെ സാധിക്കുന്നുള്ള ജാനി വാ. നമ്മള് നമ്മളെ സന്തോഷത്തിന് വേണ്ടി നമ്മളെ കുഞ്ഞുങ്ങളെ സന്തോഷം കളയേണ്ട കാര്യമില്ലല്ലോ. നമ്മൾ അവരെ കൂടെ നിൽക്കണം. അതാണ്. അപ്പൊ അത് എത്ര പേര് അങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നു? നിങ്ങൾ എങ്ങനെ മുന്നോട്ട്, അതായത് നമ്മളിപ്പോ തുടക്കത്തിൽ ചിലപ്പോൾ കിഷോർ പറഞ്ഞാൽ ചിന്തിക്കുമായിരിക്കും നമുക്ക് അങ്ങനെ ആവണം, പെർഫെക്റ്റ് മദർ പെർഫെക്റ്റ് ഫാദർ ആവണമെന്ന് വിചാരിക്കും. പക്ഷെ 2 ദിവസം പനി വരുമ്പോൾ കുഞ്ഞുങ്ങളുടെ ബുദ്ധിമുട്ടേ നമുക്കറിയാം. നമ്മൾ ഈ പ്രായത്തിലുള്ള കുഞ്ഞിനെ ഞാൻ വളർത്തിയിട്ടുണ്ട്, എനിക്കറിയാം. അവരുടെ മൂഡ് ഭയങ്കര മോശമായിരിക്കും. ഒന്ന് ശ്വാസതടസ്സമൊക്കെ ഉണ്ടാകുമ്പോൾ അവരുടെ ഭയങ്കര ഈർച്ചയായിരിക്കും. കിഷോറെ കൊച്ചിനെ നോക്കാന്ന് പറഞ്ഞാൽ ചെറിയ പണിയല്ല. കിഷോർ അവരുടെ ഞാൻ പഠിച്ചു എന്നൊക്കെ. അതാണ് ഉറക്കം പോകുമ്പോ നമുക്ക് ദേഷ്യം വരില്ല കിഷോറെ? ഞാൻ കേട്ടിട്ടുണ്ട് ചില ചേച്ചിമാരായാലും എന്റെ കൂട്ടുകാരായാലും പറയുന്ന കേട്ടിട്ടുണ്ട്, ഞാൻ കിടന്ന് കുഞ്ഞിനെ ഉറക്കുമ്പോ ഹസ്ബൻഡ് കിടന്ന് ഒരേ ഉറക്കമായിരിക്കും. പക്ഷെ എന്റെ കാര്യത്തിൽ ഒരിക്കലും അങ്ങനെയല്ല. കുറച്ച് അവിടെ ചെറിയ സമയത്ത് തീരെ രാത്രി ഉറങ്ങാതെ കഴിയുമ്പം കുറച്ചു നേരം ഞാൻ വെച്ചേക്കും, കുറച്ചു നേരം ചേട്ടൻ വെച്ചേക്കും. രണ്ടുപേരും നടന്നില്ലെങ്കിൽ നമ്മൾ ചിലപ്പോ എന്ത് ചെയ്യും, ബൈക്കിൽ ഇങ്ങനെ ഉറങ്ങാൻ വേണ്ടി കൊണ്ടുപോകും. ബൈക്കിലോ? രാത്രി ഉറങ്ങിയില്ലെങ്കിൽ ഒരു വല്ലാത്ത ജീവിതം തന്നെ. ബൈക്കിൽ നമ്മൾ പോയി കുറച്ചു കഴിയുമ്പോൾ അവള് ബൈക്കിൽ ഇരുന്ന് ഉറങ്ങിക്കോളും, കാറ്റടിച്ച്. അതായത് കൊച്ചിന് ഉറങ്ങാൻ വേണ്ടി നിങ്ങൾ ബൈക്ക് എടുത്ത് പോകാൻ തയ്യാറാണ്. രാത്രി നമ്മൾ 1 മണി 2 മണിക്ക് തന്നെ പണി വേറെ പണ്ട് കാലത്ത് കുട്ടി കരഞ്ഞു കഴിഞ്ഞാൽ അവർ ആ അറ്റ്മോസ്ഫിയറിൽ തന്നെ ഇങ്ങനെ ഉറക്കി നിൽക്കും. ലാസ്റ്റ് കുട്ടി കരഞ്ഞെങ്കിൽ ക്ഷീണിച്ചാണ് ഉറങ്ങണത്. അവരെ ആ റൂമിൽ നിന്ന് മാറ്റി കഴിഞ്ഞാൽ പിള്ളേർ പെട്ടെന്ന് ഉറങ്ങും. അതാരും ചിന്തിക്കൂല. ടിപ്സ് ഒക്കെ ഉണ്ട് കേട്ടോ ഇവർക്ക്. അനുഭവത്തിൽ നിന്നുള്ള ടിപ്സ് ഞാൻ ഈ കണ്ടോണ്ടിരിക്കുന്നവരിൽ പുതിയ അച്ഛനമ്മമാരുണ്ടാവുമല്ലോ, നിങ്ങളെപ്പോലെ ന്യൂജൻ അച്ഛനമ്മമാര്. എത്ര ന്യൂജൻ അച്ഛനമ്മമാർ ഇങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളതാണ്. ഒന്നാമത്തെ കാര്യം ഈ പറഞ്ഞ പോലെ ഉറക്കം പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കണ്ട, നമുക്ക് ആകെ ദേഷ്യമായിരിക്കും, തീർച്ചയായിരിക്കും. മാത്രമല്ല നമുക്കും വരും ദേഷ്യം ഉറക്കമില്ലാതെ. അപ്പൊ ഇതിനെയൊക്കെ നിങ്ങൾ എപ്പോഴേ നിങ്ങളൊന്ന് ഇതാണ് നിങ്ങളുടെ സന്തോഷം.
അപ്പൊ അതായത് നമ്മൾ പല കാര്യങ്ങളും മാറ്റി വെക്കേണ്ടി വരും. നമ്മള് ചിലപ്പം ഫോണിൽ തോണ്ടുന്ന കുറച്ച് കുറയ്ക്കേണ്ടി വരും. ടി വി കാണുന്ന അല്ലേ, ടി വി കാണുന്ന ശേഷമാണ് നമ്മൾ വീഡിയോ എഡിറ്റ് അവള് ഒരു 10-11 മണിക്ക് ഉറങ്ങിയതിന് ശേഷം 1 മണി തൊട്ട് നമ്മൾ 12 മണി തൊട്ട് ഒരു 3 മണി വരെ നമ്മൾ എഡിറ്റിംഗ് ടൈം ഒക്കെ എഡിറ്റിംഗും അത് കഴിഞ്ഞ് നമ്മൾ കിടന്നുറങ്ങണത്. ഓക്കെ. ഉച്ചയ്ക്ക് അവൾ ഉറങ്ങാൻ നേരത്തെ ചിലപ്പോൾ കണ്ടന്റ് എടുക്കും, അല്ലാതെ അങ്ങനെ. അതായത് നിങ്ങളുടെ ടൈം ടേബിൾ തീരുമാനിക്കുന്നത് കുഞ്ഞാണ്, ജാനിയാണ്. ജാനി കഴിഞ്ഞിട്ടുള്ളതേ ഉള്ളൂ നിങ്ങൾക്ക്. ഞാനിപ്പോ ഒരു പ്രോഗ്രാമിന് ഇവിടെ വരണം നമ്മൾ പ്ലാൻ ചെയ്യും. രാവിലെ എത്ര മണിക്ക് ഉറങ്ങണം, എത്ര മണിക്ക് ഫുഡ് അവളുടെ ഫുഡ് രീതി, അവൾ എപ്പോഴും ഉറങ്ങും. അല്ലെങ്കിൽ ഇവിടെ ഒന്നും പേരിക്കത്തില്ല, ഫുള്ള് കരച്ചിലായിരിക്കും. എല്ലാം പ്ലാനിങ് പ്ലാൻ ചെയ്തിട്ടാണ് ഇന്നിപ്പോ ഇങ്ങനെ ഇരിക്കുന്നത്. എവിടെ പോയാലും ഒരു പ്ലാനിങ് ഉണ്ട് അവർക്ക് വേണ്ടിയിട്ട്. ഫുഡിന്റെ കാര്യമായാലും അവളുടെ ഉറക്കം എല്ലാം, ഡ്രസ്സിങ്ങിന്റെ ആയാലും എല്ലാം നമുക്കൊരു പ്ലാനിങ് ആണ്, ഒരു ടൈം ടേബിൾ ആണ്. അവർക്ക് വേണ്ടി ഒരു ടൈം ടേബിൾ ഉണ്ട്, അത് അനുസരിച്ച് നമ്മളിങ്ങനെ പോകുന്നത്. ശരിയാണ് കേട്ടോ നിങ്ങൾ പറഞ്ഞത്. ഞാനിങ്ങനെ തിരിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത് ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. നമ്മൾ കുഞ്ഞുങ്ങളെ ആണെങ്കിലും ഇപ്പം എൻ്റെ കുഞ്ഞിനെ ആണെങ്കിലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്യിക്കുന്നത് ബാക്കിയുള്ളവരുടെ സമയം അനുസരിച്ചിട്ടാണ്. പക്ഷെ നിങ്ങൾ ജാനിയുടെ സമയം അനുസരിച്ചിട്ട് അവരെ അഡ്ജസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഭക്ഷണക്രമത്തെക്കുറിച്ച് പറഞ്ഞല്ലോ, ഒരുപാട് പേര് നിങ്ങളുടെ റീലൊക്കെ കാണുന്നവർ ഇതുപോലെ എൻ്റെ മക്കളെ വളർത്തണം എന്നൊക്കെ ആഗ്രഹം പറയുന്നവരുണ്ട്. എനിക്ക് തോന്നുന്നു പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന അമ്മമാരൊക്കെ കമന്റ് ചെയ്യുന്നുണ്ട് അല്ലേ, എനിക്കും ഇങ്ങനെ വളർത്തണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങളൊരു മാറ്റം കൊണ്ടുവരുന്നുണ്ടേ, അത് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അത് നമുക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു, ആ ചേച്ചി വോയിസ് ഇട്ടാലും അതിൽ കരയുന്നുണ്ട് അവര്. എന്നുവെച്ചാൽ ഭർത്താവ് അധികം ടൈം സ്പെൻഡ് ചെയ്യുന്നില്ല. നമ്മളെ വീഡിയോ കണ്ടതിന് ശേഷം ഭർത്താവൻ നമ്മളെ മോള് ഇങ്ങനെ സന്തോഷിക്കും എന്ന് പറഞ്ഞ് മൊബൈലൊക്കെ മാറ്റി വെച്ച് അവരുടെ ടൈം സ്പെൻഡ് ചെയ്യാൻ തുടങ്ങി. അവര് നമുക്ക് താങ്ക്സ് പറയുന്നുണ്ട്. അപ്പൊ ആ ഒരു മെസ്സേജ് കണ്ടതിന് ശേഷം നമ്മൾ വെച്ച് ഇങ്ങനത്തെ കണ്ടന്റ് കുറച്ച് പേര് മാറട്ടെന്ന് പറഞ്ഞ് നമ്മൾ മാക്സിമം ജാനിയുടെ കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി. കുറെ മാറുന്നുണ്ട്. ഈ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി എന്ന് പറയുമ്പോൾ ഇത് നമുക്ക് ഡൗട്ട് ഉള്ളത്, നിങ്ങളിത് കണ്ടന്റിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന സാധനങ്ങളല്ല, നേരെ കുഞ്ഞിന്റെ അടുത്തോട്ട് ഫോൺ വെച്ചാൽ മതി. അവളെപ്പോഴും കാണിക്കുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ് ഇവക്ക്. ഇപ്പം കൊച്ചിലോട്ട് അവള് മൊബൈൽ കാണാൻ, ഇപ്പൊ നമ്മളെ മൊബൈൽ എടുത്താലും അച്ഛൻ വീഡിയോ എടുക്കാൻ പറഞ്ഞ അവളെല്ലാം ഡാൻസ് കളിക്കും. ഓക്കെ, അങ്ങനെയാണ്. ഓക്കെ. അതിനപ്പോ ഈ ഫുഡിന്റെ കാര്യം നേരത്തെ ഗോപിക പറഞ്ഞു. ഒരുപാട് ഇന്റർവ്യൂസിലൊന്നും പറയാത്തത് എനിക്ക് തോന്നുന്നു അതാണ്, ജാനിയുടെ ഒരു ദിവസം എങ്ങനെയായിരിക്കും എന്നുള്ളത്. നമ്മൾ ആകെ കണ്ടിട്ടുള്ള മഴയത്തും പിന്നെ വെള്ളത്തിലും ഒക്കെ ഓടുന്ന അച്ഛനെ മോളെ, മണ്ണി കളിക്കുന്ന അച്ഛനെ മോളെയൊക്കെയാണ്. അതെ അതെ അതെ. ബാക്കിയുള്ള ഫുഡിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നൊന്ന് പറഞ്ഞു കൊടുക്കൂ. ഫുഡ് പ്രത്യേകിച്ച് നമുക്ക് ഫാസ്റ്റ് ഫുഡ് ഒന്നും അധികം കൊടുക്കാറില്ല. നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോഴായാലും ഫുഡ് നമ്മൾ ചിലപ്പോൾ കൊണ്ടുപോകും. എന്തെങ്കിലും ഓട്സോ സെർലാക്കോ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ, ഫ്രൂട്ട്സ് അങ്ങനെയുള്ള സാധനങ്ങൾ കൊണ്ടുപോകും. പിന്നെ അവർക്ക് പ്രധാനമായിട്ട് പാല് വേണം, പശുപാൽ. അത് അവർക്ക് നമ്മള് പാല് വാങ്ങണമെന്ന് വെച്ചാൽ ഒരു വീട്ടിൽ ഒരു 6-7 പശുണ്ട്. നമ്മൾ അപ്പം അവര് കറക്കിയിട്ട് ലാസ്റ്റ് അതിന് മിക്സ് അല്ല വാങ്ങുന്നത്. ഒരു പശു ഒന്ന് അത് ആ പാല് മാത്രമാണ് വാങ്ങുന്നത്. അതായത് സൊസൈറ്റിയിൽ നിന്ന് വാങ്ങുന്ന പാലല്ല, ഒരു വീട്ടിൽ നിന്ന് വാങ്ങുന്ന പാലാണ്. അത് ഒരു പശുവിന്റെ. ശരി ശരി ശരി. സൊസൈറ്റിയിലാണെങ്കിൽ മറ്റേ മിക്സ് ഡൈജഷൻ പ്രശ്നമൊക്കെ വരും. അതുകൊണ്ട് നമ്മൾ ഒരാ വീട്ടിൽ നിന്ന് വാങ്ങുന്ന പാലാണ്. അതപ്പോ പാല് മസ്റ്റാണ്. പാല് മസ്റ്റാണ് അവൾക്ക്. രാവിലെ ആകുമ്പോൾ അവള് സമയമാകുമ്പോൾ അവള് കറക്റ്റ് ചോദിക്കും, അമ്മ പാല്, അമ്മ പാല് തരുമോ, അമ്മ പാല് തരുമോ എന്ന് ചോദിക്കും. അപ്പൊ എഴുന്നേറ്റ ഉടനെ ഒരു ഗ്ലാസ് പാല് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് എണീറ്റ ഉടനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പാല് കുടിക്കും. ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ കഴിക്കുന്ന കൊടുക്കും. അവർക്ക് വേണ്ടിട്ട് ചിലപ്പോൾ അധികം ഒരു ദോശ തിന്നുന്ന വീഡിയോ ഞാൻ കണ്ടു. അച്ഛൻ ദോശ തിന്നാ പാടുപെടുന്നത്, കാലെ തൂങ്ങി കിടക്കുമായിരുന്നു. അതൊക്കെ അത് ഞാൻ ചോദിക്കുന്നത്, സ്പോട്ടിൽ നിങ്ങൾ എങ്ങനെ ഇത് ക്യാപ്ചർ ചെയ്യുന്നത്? അപ്പൊ ഒരു സംഭവിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ഫോൺ എപ്പോഴും അടുത്ത് കാണും അല്ലെ, അന്നേരം തന്നെ എടുക്കുന്നു, ഷൂട്ട് ചെയ്യുന്നു, ഇടുന്നു. നമുക്ക് ഇവളെ വലുതായി കഴിഞ്ഞാൽ ഇതൊന്നും നമുക്ക് കിട്ടത്തില്ല. അപ്പൊ നമുക്ക് റീൽ എടുത്തിട്ട് കഴിഞ്ഞാൽ ഇവളെ കല്യാണം ആകുമ്പോൾ നമുക്ക് കണ്ട് അതിനു വേണ്ടിയാണ് നമ്മൾ ചെയ്ത് തുടങ്ങിയത്. സംഭവം അങ്ങനെയാണ്, അതങ്ങനെയാണ് ചെയ്ത് തുടങ്ങിയത്. പക്ഷെ അത് നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും അപ്പുറമായിട്ട് റീച്ച് ആയി തുടങ്ങി. ഒരുപാട് ആൾക്കാർ ഇഷ്ടപ്പെട്ടു തുടങ്ങി. അതെ, കഴിഞ്ഞൊരു വീഡിയോ ഏതോ ഒരു ഇന്റർവ്യൂവിൽ ഞാൻ ഇങ്ങനെ കേട്ടായിരുന്നു കല്യാണത്തിന്റെ കാര്യം. ജാനിയുടെ കല്യാണത്തിന്റെ കാര്യം വരെ ഇവര് പ്ലാൻ ചെയ്യുന്നു ഇപ്പോഴേ, കല്യാണത്തിന്റെ അന്ന് വീഡിയോ കാണിക്കണമെന്നൊക്കെ ഉള്ള അല്ലേ. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, അതും കിഷോർ ഒരു പ്ലാൻ ഉണ്ടാവുമല്ലോ കിഷോറെ, മോളെ എനിക്ക് മോളെ ചെറിയ പയ്യന്മാരൊന്നും ഉമ്മ വയ്ക്കുന്ന പോലെ എനിക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞു അല്ലേ. ആ ഫീൽ ആവും പെട്ടെന്ന്. ഒരു അച്ഛനാകുമ്പോഴേ അത് വേറെ മനസ്സിലാവുള്ളൂ. അത് നല്ലോണം മനസ്സിലാവുന്നുണ്ട്. അച്ഛൻ്റെ അമ്മയുടെ വിഷമം എനിക്ക് ഇപ്പൊ മനസ്സിലാവുന്നത്. 5 നിമിഷത്തിൽ അവൾ അച്ഛനോട് മാപ്പ് ചോദിക്കുന്നു. മാപ്പ് കമ്പനിയല്ലേ എല്ലാരുമായിട്ടും, കുഴപ്പമൊന്നുമില്ല. ജാനി എന്നെ വളരെ അത്ഭുതത്തോടെ നോക്കുന്നത്, എന്താണ് ചോദിക്കുന്നത്, ഞങ്ങളോട് ചോദിക്കുന്നെങ്കിൽ ഇങ്ങോട്ട് നോക്കണ്ടേ. അപ്പൊ നമ്മള് ബ്രേക്ക്ഫാസ്റ്റിന്റെ കാര്യം എത്തിയപ്പോഴായിരുന്നു ഞാൻ ആ വീഡിയോയുടെ കാര്യം പറഞ്ഞു. അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് അവർക്ക് എന്തെങ്കിലും ഫ്രൂട്ട്സ്, കൂടുതലും ഫ്രൂട്ട്സ് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉച്ചയ്ക്ക് ചോറ് എന്തെങ്കിലും, ചിലപ്പം ചോറ് അധികം അവളെങ്കിലും കഴിക്കാറില്ല, അപ്പൊ ഞാൻ കഞ്ഞിയായിട്ട് പയറൊക്കെ ഇട്ട് കഞ്ഞിയായിട്ട് കൊടുക്കും. അങ്ങനെ പിന്നെ പുറത്തുനിന്ന് അങ്ങനെ ചിക്കൻ അങ്ങനെയൊന്നും കൊടുക്കാറില്ല. വീട്ടിൽ തന്നെ നമുക്ക് വേണ്ടിയിട്ട് നാടൻ കോഴി വാങ്ങി. പാല് പശുവിന്റെ കൃത്യം ഒരു പശുവിന്റെ
ആ പശുവിന്റെ പാലേ കുടിക്കത്തുള്ളൂ. കൊച്ചിന് ആ നാടൻ കോഴിയുടെ കൊടുക്കത്തുള്ളൂ. അല്ലാതെ നിങ്ങൾ ഈ പ്രേക്ഷകർ വിചാരിക്കുന്ന ഒരു ചെറിയ പണിയല്ല, നല്ല പോലെ ബുദ്ധിമുട്ടിയാണ് കൊച്ചിനെ വളർത്തുന്നത്. അല്ലാതെ വെറുതെ അവൾ എന്തെങ്കിലുമൊക്കെ കാണിക്കുമ്പോൾ അതെടുത്ത് നിങ്ങളെ കാണിക്കാനല്ല. ഇവള് വയറ്റിലായിരുന്നപ്പോ ഫുള്ള് ഇവള് പ്രഗ്നന്റ് ആണല്ലേ, തുടക്കം മുതല് 8 കിലോമീറ്റർ അപ്പുറം പോയി നമ്മൾ ആട്ടുംപാല് മാത്രം വാങ്ങിച്ചോണ്ട് പ്രസവിക്കുന്നവര്. അതേപോലെ സ്വന്തം തന്നെ ആട്ടുംകുട്ടിയെ പോലെ തന്നെ ഓട്ടവും ചാട്ടും ഒരു ആട്ടുംപാല് വാങ്ങിച്ചു കൊടുക്കല്. ആട്ടുംപാൽ കുടിച്ചോണ്ടാണ് ആട്ടുംകുട്ടിയെ പോലെ വീട്ടില് അമ്മയൊക്കെ പറയുന്നത് അന്ന് നീ വാങ്ങി കൊടുത്തതാണ് അവിടെ ചാട്ടം. ഭയങ്കര ആക്റ്റീവ് ആണല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞൊരു സാധനത്തിന്റെ ഒരു വിട്ടുപോയത് ഈ അപ്പൂപ്പനും അമ്മമ്മയാണല്ലോ. അപ്പൊ വീട്ടിലെപ്പോഴും ചില തീരുമാനങ്ങളൊക്കെ എടുക്കുക. അവര് പണ്ട് കുഞ്ഞുങ്ങളെ വളർത്തിയത് എങ്ങനെയോ ആ കാര്യങ്ങളൊക്കെ നമ്മളോട് പറയും. എന്റെ വീട്ടിൽ ഇതായിരുന്നു സ്ട്രിക്റ്റ് ആയിരുന്നു, ഇങ്ങനെ ഉണ്ടായിരുന്നു. വന്നപ്പോ നമ്മളെ മൈൻഡ് ചെയ്തായപ്പോ പറയേണ്ട കാര്യമില്ല. അല്ല, അത് മാത്രമല്ല അവർക്ക് എക്സ്പീരിയൻസ് ചെയ്ത് ഇവളെ വെച്ച് ഓരോ കാര്യങ്ങൾ കാണുകയില്ലേ, ഇങ്ങനെ വേണം കുഞ്ഞുങ്ങളെ വളർത്തേണ്ടതെന്ന് അവരും സ്വയം മനസ്സിലാക്കി തുടങ്ങി. നമ്മൾ വളർത്തിയതുപോലെ അല്ല. ഞാൻ വരുമ്പോ ഇവളെ വീട്ടിൽ ഒരിക്കൽ കൊണ്ടായിട്ട് വന്നപ്പോ കരി ഇത്ര ഈ വീതിയുണ്ട്, കരി ഫുള്ളും വരച്ച് കവൾ ഇത്ര ഇതൊക്കെ ഇട്ട് ഞാൻ വിചാരിക്കണം ജാനി എവിടെ ഞാൻ അങ്ങനെ ഇരിക്കുന്നു. അത് ഒരു അമ്മൂമ്മയുടെ അപ്പൂപ്പന്റെ ഒരു ആഗ്രഹമായിരിക്കും. കുട്ടിച്ചാത്തനെ പോലെ കെട്ടി ഒരു ദിവസം ചെയ്തിട്ട് വെച്ചൂടെ കിഷോർ? ഒരു ദിവസം ചെയ്യും, അത് ഒരാഴ്ച മാഞ്ഞു പോയി. എന്നിട്ട് അന്ന് എന്താ വഴക്കുണ്ടാക്കി? ഒന്നും പറയാൻ അല്ല, കിഷോർ എങ്ങനെ ഇത് ഡീൽ ചെയ്യുന്നേ? അതായത് ഇങ്ങനെ ചെന്നപ്പോ ഇങ്ങനെ വരച്ചു വെച്ചേക്കുന്നു. അപ്പൊ ഇതെന്താ ഒന്നും പറയില്ല. അപ്പൊ എനിക്ക് മനസ്സിലാവൂല്ലോ ദേഷ്യം വന്നത്. ഓ, ഇത് ഗോപികയുടെ അമ്മയാണോ ചെയ്യുന്നത്? ശരി, വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ച് നമ്മള് അല്ലെ മൗനം പാലിച്ചു. അല്ല, അവർക്ക് ഇങ്ങനെ അധികം കരി കൊടുക്കാറില്ല. ഞാൻ കമ്മലേ കുത്തണ്ടെന്ന് പറഞ്ഞാണ്. അവള് വലുതായിട്ട് അവൾക്ക് താല്പര്യം അവള് കമ്മല് കുത്തട്ട്. അപ്പൊ പക്ഷെ 2 വീട്ടിൽ ഭയങ്കര പ്രശ്നം തുടങ്ങി. അതിന് വഴങ്ങേണ്ടി വന്നു കിഷോർ. അത് ഞാൻ വിട്ടുകൊടുത്തു. ഇനി ചുമ്മാ വഴക്കുണ്ട, എല്ലാം നമ്മൾ മാത്രം തീരുമാനിച്ച അവർക്ക് എന്തെങ്കിലും കൂടെ ഒരു ഒപ്പീനിയൻ കൊടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് കാത് കുത്തി. അല്ലെങ്കിൽ അവള് വലുതായിട്ട് അവർക്ക് അതാണ് കരിയൊന്നും വരയ്ക്കാത്ത. മുടി ഇതുവരെ വെട്ടി. എല്ലാവരും ചോദിക്കണം, ഞാൻ ഹെയർ സ്റ്റൈൽ ചോദിക്കുന്നുണ്ട് കേട്ടോ, ഏത് മോഡലാണ് വെട്ടിയെന്ന്. ഇതുവരെ വെട്ടി ഒരിക്കൽ മുട്ട അടിച്ച് വളർന്നു വന്ന എന്നെ വെട്ടിയിട്ടില്ല. അതിപ്പോ ഭയങ്കര പ്രഷറാകില്ല എന്ന് വെച്ചാൽ മുടി മുട്ടയടിക്കണം, കുഞ്ഞിന് മുടി നല്ല രീതിയിൽ. അതായത് ഇപ്പൊ ജാനിക്ക് കുറെ ആൾക്കാർ ഇങ്ങനെ ചോദിക്കാനും പറയാനും ഒക്കെ ഉണ്ട് അല്ലെ. നമ്മൾ ട്രെയിനിൽ കയറുമ്പം ഇടയ്ക്ക് എറണാകുളത്ത് വന്നപ്പോ പല സ്ഥലത്തും വിളി ജാനി ജാനി നാരക്കെന്ന് പറഞ്ഞോ. ഇത്തരക്കിന്റെ നമുക്ക് അധികം സംസാരിക്കാൻ പറ്റില്ല, ട്രെയിൻ വരെ ജാനി ജാനി വിളി. അഹങ്കാരമല്ല കേട്ടാ, സമയമായി നമ്മൾ ഓടിയത്. അങ്ങനെ ആൾക്കാർക്ക് അത് മനസ്സിലാവുമല്ലോ. നിങ്ങൾ അതെങ്ങനെയാ നിങ്ങളുടെ ഈ ഒരു പൊസിഷൻ ഉണ്ടല്ലോ, ആൾക്കാർ തിരിച്ചറിഞ്ഞു തുടങ്ങി. ഒരുപാട് പേര് കുഞ്ഞിനെ ഇഷ്ടപ്പെടുന്നു, സ്നേഹിക്കുന്നു, നിങ്ങളെ സ്നേഹിക്കുന്നു, നിങ്ങളുടെ ഫാമിലി ആയിട്ട് മാറുന്നവര് സ്ഥിരം കമന്റ് ചെയ്യുന്ന ഒരുപാട് പേര്. ഇതിനെങ്ങനെ ആഘോഷിക്കുന്നത്, എങ്ങനെ അത് ഇഷ്ടപ്പെടുന്നുണ്ടോ നിങ്ങൾ ശരിക്കും? അവളുടെ നമ്മൾക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് അവളാണല്ലോ. അവളെ എല്ലാവരും ഇഷ്ടപ്പെടുമ്പോൾ നമുക്ക് അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. നമ്മളടുത്ത് ചോക്ലേറ്റ് കാര്യം മാറ്റി കൊടുക്കും, ഫുഡൊക്കെ നമുക്ക് സ്പോൺസർ ചെയ്യാം ആരെങ്കിലും. ജാനി കാണാൻ വരട്ടെ, എവിടെയാണ് സ്ഥലം എന്ന് ചോദിച്ചു ഒരുപാട് ലൊക്കേഷൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. അവളെ കാണാനാണ് എല്ലാവർക്കും ആഗ്രഹം. കിഷോറിന് ജാനിയെ ആരാക്കണമെന്ന് ആഗ്രഹം, എന്താക്കണമെന്നാ? അവള് വിചാരിച്ചോട്ടെ, തീരുമാനിച്ചോട്ടെ പറയെങ്കിലും ഇല്ലല്ല, എനിക്ക് പ്രത്യേകിച്ച് നമ്മളെ ഒരു ഡിസിഷൻ എടുത്തിട്ടില്ല. കല്യാണവും ഇതുമല്ല അവളെ ഇതാണ്, അവള് തീരുമാനിക്കും. നിങ്ങൾ കല്യാണം പറയുന്നുണ്ടല്ലോ ഈ കുഞ്ഞു കൊച്ചിനെ വെച്ചിട്ട്. പെൺകുട്ടിയില്ല ഇപ്പഴേ തീരുമാനിക്കണം. എന്താ തീരുമാനിക്കാനാ? സ്ത്രീധനൊക്കെ കൊടുക്കുവോ? അതൊന്നുമില്ല, അതൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാം അവളാണ്. അവള് ഓക്കെ സെറ്റിൽ ആയിട്ട് എല്ലാം അവളുടെ തീരുമാനം. ഞാൻ ഇപ്പം സ്നേഹിച്ച് കെട്ടിയതാണ്. അപ്പൊ എനിക്കറിയാം എന്റെ ലൈഫ് എത്ര ഹാപ്പി ആയിട്ട് ഞാൻ പോകണം. അപ്പൊ അതേപോലെ അവള് ഒരാളെ കണ്ടുപിടിച്ച് അവൾക്ക് എത്ര ഹാപ്പി ആണെങ്കിൽ ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ നടത്തി കൊടുക്കും, ഒരു കുഴപ്പമില്ല. ആദ്യമേ സെറ്റിലാണ്, അതൊക്കെ സെറ്റാണ്. ശ്രീധരൻ ചോദിച്ചു പറഞ്ഞവർക്ക് കൊടുക്കും. 10 മിനിറ്റ് വീട്ടിൽ നിന്ന് ഇറങ്ങി പോയി. കിഷോറിന്റെ ഈ ഒരു ഭയങ്കര രസികനാണ്, സംസാരം കേട്ടോണ്ടിരിക്കാൻ നല്ല. സർ ഗോപിക ഇങ്ങനെ തന്നെയാണോ വീട്ടിലും? കിഷോർ ഇങ്ങനെ തന്നെയാണോ എപ്പോഴും? അതായത് നമ്മൾ ഇപ്പൊ ഈ പുറത്തിറങ്ങുമ്പോൾ ആൾക്കാരോടുള്ള ഇത് തന്നെയാണോ, അതോ വീട്ടിൽ വേറെ എന്തെങ്കിലും കുറച്ച് സീരിയസ് ആണോ? ആകെ ഞാൻ സീരിയസ് വീഡിയോ കണ്ടിട്ടുള്ളത് മറ്റേ ആദ്യത്തെ കുഞ്ഞിന്റെ കാര്യം പറഞ്ഞ് കരയുന്ന അത് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. കിഷോർ ഭയങ്കര ഇമോഷണൽ ആയിട്ട് അല്ലേ, അത് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അല്ലാതെ ബാക്കി ഫുൾ ടൈം ഈ ചിരിയുണ്ട്. അങ്ങനെ തന്നെയാണോ കിഷോർ വീട്ടില്? അവളെക്കാളും ചെറുതാണ് വീട്ടില്, രണ്ടുപേരും ബഹളമാണ്. എനിക്ക് എല്ലാരും ചോദിക്കുന്നുണ്ട് 2 പിള്ളേരാണെന്ന്. വീട്ടിൽ അമ്മ എന്നെ പറയും നിന്റെ മൂത്ത മോനെന്നാണ്. നമ്മളിപ്പോ ഈ കാണുന്ന വീഡിയോ ആണ് എനിക്ക് തോന്നുന്നു ഏറ്റവും വൈറലായത് നിങ്ങളുടെ, അല്ലേ? ഈ
നിങ്ങൾ മഴയത്ത് ഗോപികയും കുഞ്ഞും കൂടെ രണ്ട് വീട്ടിൽ ഇത് ഞാൻ ആദ്യം നിങ്ങളുടെ കണ്ടത് ഈ വീഡിയോ ആണ് കേട്ടോ. ഈ വീഡിയോയിലൂടെയാണ് നിങ്ങളെ ഫോളോ ചെയ്യാൻ തുടങ്ങിയത്. കാരണം ഇത് ഗോപികയുടെ പിന്നീടുള്ള വീഡിയോ എടുത്ത് നോക്കുമ്പോഴത്തേക്ക് ഇതിന്റെ അച്ഛനായിരിക്കും കൂടെ, പക്ഷെ ഗോപികയും മോളും കൂടെ ഉള്ളത് എനിക്ക് തോന്നുന്നു ഇതാണ് ഏറ്റവും റീച്ച് ആയത്. ഈ വീഡിയോ എടുത്തപ്പോ ഇത്ര റീച്ച് ആവുമെന്ന് പ്രതീക്ഷിച്ചില്ല. ഒരിക്കലും ഇല്ല. നമുക്ക് ഇവിടെ മൊമെന്റ് കിട്ടണം, അത്രേ ഉള്ളൂ. നമ്മൾ കുറെ വർഷം കഴിഞ്ഞത് കാണുമ്പോൾ നമുക്ക് നൊസ്റ്റാൾജി ആയിരിക്കും, അതിന് കിട്ടാൻ വേണ്ടിട്ട്. പക്ഷേ ഇത് എത്ര 19 മില്യൺ എന്തോ കഴിയാൻ തോന്നുന്നു. അതെ 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 19 മില്യൺ കഴിഞ്ഞു. അപ്പോൾ വേറൊരു കാര്യമുണ്ട് കിഷോർ ഇപ്പോൾ ജോലിക്ക് പോകണ്ടെന്ന് തീരുമാനിച്ചെന്നെ നമുക്ക് സമൂഹ മാധ്യമത്തിലൂടെ നല്ലൊരു ഇൻകം കിട്ടുന്നുണ്ട് അല്ലേ? നിങ്ങളുടെ യൂത്ത് ഈ വെറുതെ ഇരുന്ന്, അതായത് പണിയെടുക്കാതെ ആ രീതിക്കുള്ള കമന്റ് ഒക്കെ വരുന്നുണ്ടല്ലോ, പക്ഷെ അവരോടൊക്കെ പറയാനുള്ളത് നിങ്ങൾ ഇതൊരു ജോലിയാണ് നിങ്ങളുടെ. പിന്നെ എങ്ങനെയാണ് കാണുന്നത് നിങ്ങൾ കണ്ടന്റ് ക്രിയേഷൻ എന്നുള്ള സാധനം, ഒപ്പം ഇപ്പൊ ഇൻഫ്ലുവൻസർ എന്നുള്ള ഒരു വലിയ പദവി കൂടി നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ? അത് നിങ്ങൾക്ക് ഒരു ഉത്തരവാദിത്തമാണ്, ഇൻഫ്ലുവൻസ് ചെയ്യുക. ഇൻഫ്ലുവൻസർ എന്നൊക്കെ പറയുമ്പോൾ എല്ലാരും പറയും വീട്ടിലിരുന്ന് ആളുകളെ പറ്റിച്ച് വീഡിയോ ഇട്ട് പൈസ ഉണ്ടാക്കുന്നതെന്ന്. ഒരിക്കലും നമ്മൾ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആർക്കും മനസ്സിലാവില്ല. അത് അവര് ഇതുപോലെ ഒരു കണ്ടന്റ് ക്രിയേറ്റർ അല്ലെങ്കിൽ ഒരു ഇൻഫ്ലുവൻസർ ആകുമ്പോഴേ എല്ലാവർക്കും മനസ്സിലാവുള്ളൂ. വീഡിയോ എടുക്കുന്ന ആയാലും എഡിറ്റ് ചെയ്യുന്ന ആയാലും ഉറക്കമില്ലായ്മ എല്ലാം നമ്മൾ അനുഭവിക്കുന്നതാണ്. അതിന് പിന്നിൽ വലിയൊരു വർക്കുണ്ട്. എല്ലാവരും ചിലർ ജോലിക്ക് പോകുമ്പോൾ രാവിലെ പോകുന്നു, അതുവരെ ജോലി ചെയ്യുന്നു, പിന്നെ വീട്ടിൽ വരുന്നു, കിടന്നുറങ്ങുന്നു. അതുപോലെ എഫർട്ട് നമ്മളും എടുക്കുന്നുണ്ട്. അതാരും മനസ്സിലാക്കൂല. മനസ്സിലാക്കുന്നവരുണ്ട്, അല്ലാതെ ഓരോന്നും കമന്റ് ഇടാൻ വേണ്ടി പറയുന്നത്. നമുക്ക് ജോലി എടുക്കാം, ബുദ്ധി ഉണ്ടെങ്കിൽ വീട്ടിൽ ഇരിക്കാതെ. ഈശ്വര, എനിക്ക് ഇത് ആരോടൊക്കെയാണ് ആർക്കൊക്കെയോ ആയിട്ടുള്ള കുത്താണ് ഈ കൊടുത്തോണ്ടിരിക്കുന്നത്. എന്റെ വീട്ടുകാർക്ക് തന്നെ എന്റെ വീട്ടിൽ അച്ഛനമ്മേരെ പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര ഇനി ഞാൻ കോടി സമ്പാദിച്ചാലും കുഴപ്പമില്ല, ഞാൻ രാവിലെ 7 മണിക്ക് ജോലിക്ക് വേണം, വൈകുന്നേരം 6 മണിക്ക് വരണം, ബാഗൊക്കെ തൂക്കി പോകണം. ഇതേപോലെ ഒരാണെന്ന് പറയുമ്പോ ഇതാണ്. ഓക്കെ, ആ കൺസെപ്റ്റ് ഇതുവരെ അവർ പൈസ അവർക്ക് കുഴപ്പമില്ല. നാട്ടുകാർ ചോദിക്കും എന്റെ മോൻ എപ്പോഴും വീട്ടിൽ തന്നെ വീട്ടിൽ തന്നെ വീട്ടിൽ തന്നെ. ഇത് അവർക്ക് നമ്മൾ നോക്കണം. അല്ല, കിഷോറും ഗോപി ഇത്രയും നന്നായല്ലേ ജീവിക്കുന്നത് അവിടെ? ഇപ്പൊ മാറി. മാറിയോ? അതായത് വീട്ടുകാർക്ക് മാറിയോ അതോ നാട്ടുകാർക്ക് മാറിയോ? മൊത്തം ആര് നോക്കുന്നു എന്നൊക്കെ അല്ലേ? അല്ല, കിഷോറിന് എനിക്ക് തോന്നുന്നു ഈ ഒരു ക്യാരക്ടറാണ് ഇങ്ങനെ മുന്നോട്ട് പോവാനും കാരണം കേട്ടോ. അല്ലാതെ നാട്ടുകാർ അങ്ങനെ പറയോ? പക്ഷെ അവർക്ക് അത് ഫീൽ ആവും. പിന്നെ രണ്ടിനും ബ്ലോക്ക് ആയിരിക്കും. അങ്ങനെ സൗഹൃദങ്ങളൊക്കെ പോയിട്ടുണ്ടോ? സൗഹൃദം കുറെ പോയിട്ടുണ്ട്. ഒന്നും തിരിച്ചു വിളിച്ചിട്ടില്ല. പോട്ടെ. എനിക്ക് ഗോപിയെ കുഞ്ഞുണ്ടായ ശേഷം അങ്ങനെ കുറച്ച് സൗഹൃദം പോയി കരയുന്ന വീഡിയോ ഒക്കെ ഞാൻ കണ്ടിരുന്നു. അല്ല ഉറപ്പ് അല്ല, അന്ന് കരഞ്ഞതോർത്ത് ഇപ്പൊ ലജ്ജിക്കുന്നു. വേണ്ടായിരുന്നു. അതെ, ഞാൻ പിന്നീട് ചിന്തിച്ചപ്പോ ഞാൻ എനിക്ക് വേണ്ടി കരയുന്നൊക്കെ പൊസസീവ് ആണോ? ഒരിക്കലും അല്ല, ഞാൻ ചോദിച്ചതാ ഗോപികയുടെ കാര്യത്തിൽ പൊസസീവ് ആണോ? മോളുടെ കാര്യത്തിൽ കുറച്ചാണെന്ന് തോന്നുന്നു. കുറച്ചല്ല, നല്ല പോലെ. തീർച്ചയായിട്ടും. അപ്പൊ ഇനി എന്താ പ്ലാൻ? എന്താ നിങ്ങളുടെ എങ്ങനെ മുന്നോട്ട് പോകാനാണ്? പ്രത്യേകിച്ച് പ്ലാൻ ഇല്ല എന്നുള്ളതാണ് നിങ്ങളുടെ വിജയം എന്ന് എനിക്ക് തോന്നുന്നു അല്ലേ? രാവിലെ എഴുന്നേക്കുമ്പോ തന്നെ വലിയ പ്ലാൻ ഒന്നും ഇല്ല, അങ്ങനെ പോകുന്നു. സമാധാനം ഉണ്ട്. ഡെയിലി ഒരു പ്ലാൻ ഉണ്ട്. 5 മണിയാകുമ്പോൾ നമ്മൾ ചായ കുടിക്കാൻ പോകും. ചായ കുടിയപ്പോ ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ചു. അത് നല്ലതാ കേട്ടോ. കാരണം ഈ നിങ്ങൾ 3 പേര് എവിടെയാണെങ്കിലും ഇപ്പൊ കുറച്ചുകൂടെ കഴിയുമ്പോൾ കുഞ്ഞിന് സ്കൂളിലൊക്കെ പോകേണ്ടി വരുമല്ലോ. അപ്പൊ എവിടെയാണെങ്കിലും അത് മുടങ്ങാതെ പോകണമെന്നുണ്ടോ? അങ്ങനെ കണ്ടിന്യൂ ചെയ്യണമെന്നൊക്കെ തോന്നുന്നു. അത് വൈകുന്നേരം ആകുമ്പോ എന്തോ പോയില്ലെങ്കിൽ എന്തോ എന്താണ് സ്പെഷ്യൽ? എന്താണ് എവിടെയെങ്കിലും സ്പെഷ്യൽ യാത്ര ചെയ്ത് ചായ കുടിക്കണം എന്നുള്ളത്. മാറി പല കടയിൽ പോകും. ചായ കട ഉണ്ടാ. ഫുഡിയാണോ രണ്ടുപേരും? ഫുഡ് മെയിനാ. ആരാണ് നന്നായി ഫുഡ് കഴിക്കുന്നത്? അങ്ങോട്ടും ഇങ്ങോട്ടും ഇവള് 10-12 ദോശ കഴിക്കും. ഇത്രേ ഉള്ളൂ. കണ്ടാ പറയില്ല, എന്നെയൊക്കെ തോപ്പിക്കും. അത് ചോദിക്കട്ടെ, ഗോപിക നേരത്തെ പറഞ്ഞു ചേട്ടനുള്ളതുകൊണ്ട് എനിക്ക് ഭയങ്കര സഹായമാണെന്ന്. വീട്ടിൽ എന്തെങ്കിലും കുക്ക് ചെയ്യുകയൊക്കെ ചെയ്യുമോ? ഞാനോ? ഉറപ്പായിട്ടും. പിന്നെ അടിപൊളി കുക്ക് ചെയ്യാൻ കയറുന്ന സമയത്ത് നല്ല അടിപൊളി ഫുഡ് ഉണ്ടാക്കി തരും. ആണോ? ഓ, എന്നിട്ട് അടുക്കളയൊക്കെ നീറ്റാക്കി അങ്ങനെയൊക്കെയാണോ അതോ നമ്മൾ ഇരട്ടിപ്പണിയാണോ? നീറ്റാക്കും, വലിയ അലുമ്പൊന്നും ആക്കി വെക്കുന്നില്ല, നീറ്റാക്കും. കുക്കിങ്ങിനായാലും ബാക്കിയുള്ള ആര് അമ്മയൊക്കെ എന്റെ അനിയത്തിക്ക് വരുമ്പോ പറഞ്ഞു ചേട്ടാ ഫുഡ് ഉണ്ടാക്കും. ഇന്ന് ഉണ്ടാക്കുന്ന ഫുഡ് അടുത്തുണ്ടാക്കാൻ പറഞ്ഞാൽ എനിക്കറിയാം, ഞാൻ കഴിക്കണില്ല. അതാണ് അതിന്റെ ടേസ്റ്റ് എന്ന് പറയുന്നത്. എന്നാലും ഏറ്റവും നന്നായിട്ട് ഉണ്ടാക്കിയതാ കിഷോർ? എന്താ ഉണ്ടാക്കി തന്നെ? ഗോപിക്ക് തോരൻ പോലെ ഉണ്ടാക്കി ബ്രെഡുമായിട്ട് കഴിക്കാൻ വേണ്ടിട്ട്. അത് രണ്ടത് ഉണ്ടാക്കാൻ പറഞ്ഞു എനിക്കറിയാം, ഞാൻ കായപ്പൊടിയൊക്കെ വാരിയിട്ട് ഇവർക്ക് ഇഷ്ടപ്പെട്ടെ. നല്ല ടേസ്റ്റ്, അടിപൊളിയാണ്. എന്ത് സാധനമായാലും ഉണ്ടാക്കി കഴിഞ്ഞാൽ അടിപൊളിയാണ്. ഈ കണ്ടന്റ് ക്രിയേറ്റർ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസർ എന്നൊക്കെ പറഞ്ഞു, ഞാൻ നേരത്തെ ചോദിച്ച പോലെ നിങ്ങൾക്ക് ഈ പിന്നെ
പരസ്യം ചെയ്യുന്ന അല്ലെങ്കിൽ അഡ്വർടൈസ്മെന്റ് ഒക്കെ നിങ്ങൾ ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ അത് കുറച്ചൊക്കെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു അവസരമല്ലേ ഇപ്പോ? അതെ അങ്ങനെ എന്തെങ്കിലും പണിയൊക്കെ കിട്ടിയിട്ടുണ്ടോ? ഇടയ്ക്ക് ഒരു സാധനം ചെയ്തായിരുന്നു. അപ്പൊ അത് കുറെ പേര് കമന്റ് ഇട്ടു അത് സാധനം നമുക്ക് ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ അവരായിട്ട് നമ്മൾ 6 മാസം അഗ്രിമെന്റ് ആണ്. ഒരു എമൗണ്ട് തന്ന് 6 മാസം നമ്മൾ വീഡിയോ ഇടണം. അത് നമ്മൾ ഫസ്റ്റ് മാസം വീഡിയോ ഇട്ട് കഴിയുമ്പോൾ കുറെ പേര് കമന്റ് ഒരു വക്കീലൊക്കെ മെസ്സേജ് അങ്ങനെ ഇടാൻ പാടില്ല, ലീഗലി തെറ്റാണ്. അപ്പൊ നമ്മൾ പിന്നെ അവരെ പൈസ തിരിച്ചു കൊടുത്ത് ആ കോൺട്രാക്ട് നമ്മൾ ക്യാൻസൽ ചെയ്ത് ഇപ്പൊ ചെയ്യുന്നില്ല. ഓക്കെ, ജാനിക്ക് പറഞ്ഞ ഫോട്ടോ ഫ്രെയിം ഡ്രസ്സ് അങ്ങനത്തെ ഒക്കെ മാത്രം ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞ സാധനം വേണം അല്ലേ? അല്ലാതെ വെറുതെ അങ്ങ് ഇട്ട് പോവല്ല. നിങ്ങൾ എല്ലാ നമുക്ക് ഉറപ്പാണ്. ഇപ്പൊ നമ്മൾ ഇത്ര ബുക്ക് വെച്ചില്ലേ യാതൊരു വീട്ടിൽ നമ്മളെ ചവിട്ടി താക്കും. നമ്മൾ മലയാളിയല്ലേ, നമുക്കറിയാം. നടന്നു വരുന്ന കാര്യം അങ്ങനെയാണല്ലോ, എല്ലാരും പൊക്കൊന്നും പിന്നെ ഉടനെ അറിയാം. അതിനുമ്പ് പറ്റണ അത്രയും ക്യാഷ് ഉണ്ടാക്കി. ഇത് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് പറയുന്ന ഒരു പേടിയില്ലേ? ഞാൻ ചോദിക്കാം. അതാണ് സംഭവിക്കുന്നത്. അതായത് ഒരു അമ്പലം ഉണ്ടാക്കിയിട്ട് അതിന് കുറെ കമന്റ് വന്നില്ലേ? ഞാൻ പറഞ്ഞില്ലേ ഗുജറാത്തിലൊക്കെ വിളിച്ചിട്ടുണ്ട്, വന്നാൽ വെട്ടി കീറുന്നൊക്കെ. ഇന്നലെ ഒരു സംഭവം എന്ന് വെച്ചാൽ കേൾക്കാത്ത പ്രേക്ഷകർക്ക് കഴിയണം. അതായത് ജാനി ഉച്ചയ്ക്ക് എങ്ങാണ്ട് അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞു അല്ലേ? അമ്പലത്തിൽ മണി അടിക്കണം. അപ്പൊ അച്ഛനോട് ആഗ്രഹം പറഞ്ഞു, എന്ന് സാധിച്ചു കൊടുക്കുന്ന അച്ഛനാണല്ലോ. വീട്ടിലൊരു അമ്പലം അങ്ങ് ഉണ്ടാക്കി, എന്നിട്ട് ഒരു പ്രതിഷ്ഠയൊക്കെ വെച്ചു. അപ്പൊ അത് കണ്ടിട്ട് ആൾക്കാർക്ക് പ്രശ്നമായി. അത് പ്രശ്നമായി. അത് ദൈവത്തെ ഹിന്ദുക്കളെ നമ്മൾ വ്രണപ്പെടുത്തി. ഞാൻ ഹിന്ദുവാണ്, ഹിന്ദുക്കളെ വ്രണപ്പെടുത്തി മോളുടെ സന്തോഷത്തിന് വേണ്ടി ചെയ്തതാണ്. കളിയായിട്ട് എടുത്ത പോലെ കളിയായിട്ട് എടുത്തതാണ്. ആൾക്കാർ പല രീതിയിൽ ഗുജറാത്തിലൊക്കെ പോയാൽ എന്നെ കെട്ടി ഒഴുക്കും എന്നെ. അല്ല, ഇങ്ങനെ തുറന്നു പറഞ്ഞിട്ട് എവിടെന്നെങ്കിലും ഒക്കെ ഇങ്ങനെ എന്തെങ്കിലും ഭീഷണി അങ്ങനെ എന്തെങ്കിലും വിളിക്കലോ? ഈ കമന്റ് വഴിയുള്ള പ്രശ്നമല്ലേ ഉള്ളൂ. മുഖമില്ലാത്ത കുറച്ച് പേര് വന്ന് പറയുന്ന അത്ര ഈയിടയ്ക്ക് വിളിച്ചിട്ട് ട്രിവാൻഡ്രത്ത് വരാൻ പറഞ്ഞു. എന്നെ അവിടെ കെട്ടി അടിക്കും പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട്. ഏതാ ഇതിന് ശേഷോ? നമ്മളിപ്പോ പറഞ്ഞതിന് ശേഷം? അല്ലല്ല, അതിന് മുന്നേ. അപ്പൊ ഞാൻ പുള്ളിക്കാരൻ മെസ്സേജ് ഇട്ടു, അവൻ വാന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞാൽ ലൊക്കേഷൻ ചോദിച്ച് പിന്നെ മെസ്സേജ് ഇതുവരെ സീൻ ചെയ്യുന്നില്ല. ഞാൻ വരാൻ അവനെ വിളിച്ച് അവ എടുക്കുന്നില്ല. നിന്നെ കാണാൻ താല്പര്യമില്ലെന്ന്. ഞാൻ അവനെ കെട്ടാൻ പോകുന്നു വെറുതെ. ഇന്നലെ ഒരു പുള്ളിയെ എന്റെ വീണ്ടും ആഴി പോകുന്നു. അപ്പൊ ഞാൻ ബൈക്ക് കൊണ്ട് പോയപ്പോൾ സൈഡ് ഒന്നുമില്ല. ഞാൻ കുറെ നേരം ഫോൺ അടിച്ചായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞടാ ഒന്ന് മാറി നടന്നോണ്ട് ചോദിച്ചു. അപ്പോൾ അവൻ ചോദിക്കണം നീ യൂട്യൂബറാണ് എനിക്ക് എന്തും ചോദിച്ചോണ്ട് അടിക്കണമെന്ന് ചോദിച്ചാൽ എന്റെ മെക്കിട്ട് കയറി. ഞാൻ ഒന്നും മിണ്ടില്ല, മാറി ബൈക്ക് അപ്പുറത്ത് വെച്ചിട്ട് ഫ്രണ്ട്സിന് എടുത്തു. ഇവ വീണ്ടും കൊണ്ട് നിർത്തിയിട്ട് ചോദിക്കണം നിനക്ക് അടിക്കണം ഇപ്പം അടിയും പറഞ്ഞോണ്ട്. ലാസ്റ്റ് ഞാൻ പറഞ്ഞു എന്റെ ഭാഗത്ത് തെറ്റാണ്, ഞാൻ വണ്ടി ഓട്ടിക്കാൻ പാടില്ലായിരുന്നു, ഞാൻ ഉരുട്ടി പറഞ്ഞു എന്റെ ഭാഗത്ത് തെറ്റ്, സോറി മാപ്പ് എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ അവൻ മിണ്ടാ പോയി. വൈകുന്നേരം അത് രാവിലെ നടന്നു. നമ്മൾ ഇന്നലെ കുറെ കറങ്ങാൻ പോയിട്ട് വൈകുന്നേരം വന്ന് ചായ കുടിക്കാൻ വേണ്ടി പറഞ്ഞു. ഇറങ്ങിയപ്പോൾ അവ എന്റെ അടുത്ത് വന്ന് നിൽക്കണം. അപ്പം ഞാൻ ഇവിടെ പറഞ്ഞു ഐ കോൺടാക്ട് കൊടുക്കേണ്ട മരിക്കാൻ പറഞ്ഞു. നമുക്കറിയാം വള്ളി പിടിക്കാൻ നിൽക്കണം. കുറെ നേരം ഇങ്ങനെ നോക്കിക്കൊണ്ട് നിന്നിട്ട് അവ അങ്ങോട്ട് മാറിപ്പോയപ്പോഴാണ് പുള്ളിക്കാരൻ കയ്യിൽ കത്തി മടക്കി വെച്ചാണ് നിൽക്കണം എൻ്റെ അടുത്ത് വന്നിട്ട്. അത് ഞാനും എൻ്റെ വൈഫ് മോളും നിൽക്കുകയാണ്. ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ ഓക്കെ ആയിരുന്നു. പറയാൻ പറ്റില്ല എന്തിനാണ് ഏത് ടൈപ്പ് ആണെന്ന് പറയാൻ പറ്റില്ലല്ലോ. അവര് നോക്കുമ്പോ അവര് പണിക്ക് ഒരു പൈസ ഉണ്ടാക്കാൻ നമ്മൾ അങ്ങനെ ഉണ്ടാക്കാത്തോണ്ടായിരിക്കും. എന്ത് ദേശമാണെന്ന് അങ്ങനെയുള്ള ആളുകളും ഉണ്ട്. അത് എന്റെ വീടിന്റെ അടുത്ത് പുതിയ താമസം മാറി വന്നത്. നമ്മൾ ഈ റീലിൽ കൂടെ ചെയ്യണ ഇതൊക്കെ അവര് വേറെ ഏതൊക്കെയോ രീതിയിലാണ് എടുക്കുന്നത്. പിന്നെ നമ്മൾ നന്നാവുന്നതും കുറച്ചു പേർക്ക് ശരിയാവില്ലല്ലോ. വാടകയ്ക്ക് വന്നില്ല. അപ്പൊ അറിഞ്ഞൂടല്ലോ നമ്മള് പഴയ കാലം നമ്മളില്ല, നമ്മളും എന്തൊക്കെയാണെന്ന് അറിഞ്ഞൂടല്ലോ. ഇപ്പൊ ഫാമിലി ആയിട്ട് ഒതുങ്ങി പോണ്, കളിയും കാര്യമായിട്ട് പോണ്. അപ്പൊ ആ ഒരു ഫാമിലി മാനെന്ന് വിചാരിച്ചാണ് വീണ്ടും വന്ന് വള്ളി എടുക്കണത്. നമ്മളും ഫാമിലിയിലെന്ന് വിചാരിച്ചാൽ തീരാന്ന് വിഷയമുള്ളൂ. ആശുപത്രി ചെയ്യില്ല എന്റെ കിഷോറേ അല്ലേ പറഞ്ഞത്. അപ്പൊ ഗോപിക കിഷോറിനൊന്ന് സൂക്ഷിച്ചോണം കേട്ടോ. ഞാൻ എപ്പോഴും ഓർമ്മപ്പെടുത്താറുണ്ട്. ഒരിക്കലും ഞാൻ പുറത്ത് പോയി എന്നെ വിളിക്കാത്തോളാണ് വിളിക്കുന്നത്. ലേറ്റ് ആവും ചോദിച്ചു വിളിക്കും. ഇന്നലെ ഞാൻ പുറത്ത് പോയപ്പോൾ 6-7 വട്ടം എന്നെ വിളിച്ചിട്ടുണ്ട്. എവിടെയാണ് ചോദിച്ചത്. ഇതുവരെ അങ്ങനെ വിളിക്കാത്തത്. അപ്പൊ എന്തായാലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് ഒരുപാട് നന്ദി അല്ലേ. അപ്പോ നമുക്ക് എന്തായാലും അരമണിക്കൂർ പോയത് അറിഞ്ഞില്ല നിങ്ങളുടെ വിശേഷങ്ങൾ ചോദിച്ചു. ഞങ്ങൾക്ക് സമയമില്ല. ശരി, നിങ്ങൾ എന്തായാലും ഇനി അടുത്തൊരു ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ അടുത്ത പാർട്ട് 2 ന്യൂസ് 3 തന്നെ നിങ്ങളെ ഗസ്റ്റ് ആയിട്ട് വിളിക്കാം. അപ്പൊ ജാനി കുറച്ചുകൂടി വലുതാവും, ജാനി സംസാരിക്കാറൊക്കെ ആവട്ടെ. അപ്പൊ വിളിക്കാം. എന്തായാലും ഗംഭീരമായിട്ട് ഒരു മാറ്റവും വരുത്തണ്ട, ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ കേട്ടോ. താങ്ക് യു സോ മച്ച്. എല്ലാവിധ ആശംസകളും 3 പേർക്കും. അപ്പൊ പുതിയ അതിഥികളുമായി ന്യൂസ് 3 വീണ്ടും കാണാം. നമസ്കാരം.